എന്നുള്ള ചിന്തയാണ് ഇന്ന് രാത്രി നാം കേൾക്കുവാൻ പോകുന്നത്. വളരെ ശക്തിയേറിയ ഒരു ആലോചന നാം കേട്ട് കഴിഞ്ഞു. ഈ ഒരു ആലോചന ഉണർവിലേക്കും നയിക്കപ്പെടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അത് കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവസഭയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവത്തിന് സാർവത്രികമായ സഭയുണ്ട്, പ്രാദേശികമായ സഭയുണ്ട്. നാം ഇപ്പോൾ ഒരു പ്രാദേശിക സഭയുടെ കർമ്മയിൽ ഷാരോൺ ഫെലോഷിപ്പ് റാസൽ ഖൈമ എന്ന് പറയുന്ന ഒരു പ്രാദേശിക സഭയുടെ അംഗങ്ങളാണ്. എന്നാൽ ദൈവത്തിന് ഒരു സാർവത്രികമായ സഭയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ഇവിടെ പാസ്റ്റേഴ്സിന്റെയും ചർച്ചിന്റെയും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രിയ ഷാജിബദറും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകലിവിടെ സംബന്ധിച്ചു. ഏകദേശം എനിക്ക് തോന്നുന്നു 10-40ഓളം ചർച്ച് റാസൽ ഖൈമയിലുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, മലയാളം ചർച്ചകൾ തന്നെ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കർത്താവിന്റെ വിശുദ്ധന്മാരെല്ലാം ചേർന്നൊരു മീറ്റിംഗ് ഇന്ന് പകലിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവിന്റെ സാർവത്രിക സഭ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, എല്ലാ സഭകളുടെ അകത്തും ഹല്ലേലൂയ ദൈവം കണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഹല്ലേലൂയ, അതാണ് ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ. ആ സഭ യേശു കർത്താവിന്റെ മടങ്ങി വരുമെങ്കിൽ ഹല്ലേലൂയ എടുക്കപ്പെടുവാനിടയായിത്തീരും. കർത്താവിനോടുകൂടെ രൂപാന്തരപ്പെടുവാനിടയായിത്തീരും. നാം ഒരു പ്രാദേശിക സഭയിലാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രാദേശിക സഭയിൽ നാം ദൈവത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാം ദൈവത്തിന്റെ സാർവത്രികമായ സഭയുടെ ഭാഗമാണ്. ഒരിക്കൽ നാം അവനോടൊപ്പം ആരാധിക്കേണ്ടതായി വരും. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ എന്നൊരു ചിന്തയാണ് ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. ദൈവസഭ എന്നുള്ള പദം ഉടലെടുത്തത്, സഭ എന്നുള്ള പദത്തിന്റെ പദം ഉടലെടുക്കുവാൻ കാരണം ഒരു ഗ്രീക്ക് പദമാണ്. എക്ലീസിയ എന്ന പദത്തിൽ നിന്നാണ് ദൈവസഭ എന്നുള്ളൊരു പദം ഉണ്ടാകുവാനിടയായി തീർന്നത്. എക്ലീസിയ എന്ന പദത്തിന്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഹല്ലേലൂയ. ആരാണ് വിളിച്ച് വേർതിരിച്ചത്? നിങ്ങളെ ആരാണ് വിളിച്ച് വേർതിരിച്ചത്? റിജൻ പാസ്റ്ററാണോ? ഹല്ലേലൂയ. പ്രാദേശിക സഭയുടെ പാസ്റ്ററാണോ? അല്ല. ഹല്ലേലൂയ. ഈ കൃപയിലേക്ക്, ഈ അഭിഷേകത്തിലേക്ക്, ഈ പരിശുദ്ധാത്മനിറവിലേക്ക് നിങ്ങളെ വിളിച്ചത് ഹല്ലേലൂയ നമ്മുടെ കർത്താവാണ്. നമ്മളെല്ലാവരും ക്രമീകരിക്കുന്നതേ ഉള്ളൂ. ക്രമീകരണങ്ങളൊക്കെ നമുക്ക് ദൈവം തരും, അല്ലേ? സ്നാനത്തിന്റെ ക്രമീകരണങ്ങൾ, ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾ ഒക്കെ നമുക്ക് ദൈവം തരും. പക്ഷെ വിമലിനെ വിളിച്ചതാരാ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നാനത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മനിറവിലേക്ക് വിമലിനെ വിളിക്കുന്നത് ഹല്ലേലൂയ ദൈവസഭയിലേക്ക്, വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് ദൈവം ക്ഷണിക്കുന്നത് യേശു കർത്താവാകുന്നു. ഹല്ലേലൂയ. അവളെ എക്ലീസിയ, വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. കുരിയാഖെ എന്നുള്ളൊരു പദവും ഗ്രീക്ക് പദവും ഹല്ലേലൂയ ദൈവസഭയുടെ പദത്തിൽ പഠിക്കുവാൻ കഴിയും. കുരിയാഖെ എന്ന പദത്തിന്റെ അർത്ഥം ചർച്ച് എന്ന, ചർച്ച് എന്നുള്ള പദം വന്നത് ഈ ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം കർത്താവിന്റെ സ്വന്തമെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഈ രണ്ട് പദം കൂടെ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ സ്വന്തമായിരിക്കുന്ന വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. കേട്ടിട്ട് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് മാറോടണയ്ക്കുന്ന, കർത്താവിന്റെ മണവാട്ടിയായിരിക്കുന്ന, കർത്താവിന്റെ സ്വന്തമായിരിക്കുന്ന വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസഭയെ പ്രത്യേകമായി ചേർത്ത് സംസാരിക്കുന്ന ചില ഭാഗങ്ങൾ ഹല്ലേലൂയ ഒരു മൂന്നാം ഗണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗണം എന്ന രീതിയിൽ ഹല്ലേലൂയ പ്രവർത്തികളുടെ പുസ്തകത്തിലും അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നാം കാണും: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ആർക്കിടർച്ച വരുത്തരുത്. എന്തും ചെയ്യാം, എന്തും ചെയ്യാം. കുടിക്കാം, കഴിക്കാം, ഭക്ഷണം കഴിക്കാം, എന്തും ചെയ്യാം. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. പക്ഷെ ഇടർച്ച വരുത്തരുത്. ആർക്കിടർച്ച വരുത്തരുതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാർക്കിടർച്ച വരുത്തത്. യഹൂദന്മാർ ദൈവത്തിന്റെ ജനമാണ്, നമുക്കറിയാം. അവർക്കിടർച്ച വരുത്തരുത്. യവനന്മാർക്കിടർച്ച വരുത്തരുത്. യഹൂദന്മാരോട് ചേർത്ത്, യവനന്മാരോട് ചേർത്ത് അന്ന് മുതൽ അപ്പോസ്തലന്മാർ ഒരു പദം കൂടെ ആഡ് ചെയ്തു: ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവീൻ. പ്രൈസ് ദി ലോർഡ്. എന്തു ചെയ്താലും ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുക. ദൈവസഭയ്ക്ക് ഇടർച്ചയില്ലാതെ ചെയ്യുക. ഹല്ലേലൂയ. കാരണം ദൈവസഭ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വന്തമാണ്. ദൈവസഭ ഹല്ലേലൂയ ഈ ജനവാസതയല്ല, കർമ്മേശാല
രക്തമാണ് നാം, വേർതിരിച്ച് വിളിക്കപ്പെട്ട കൂട്ടമാണ് നാം. മാത്രമല്ല അതുകൊണ്ട് ഇടർച്ചയില്ലാത്തവരാകുമേ. ദൈവസഭയുടെ ആരംഭം നമുക്കറിയാം അല്ലേ? എങ്ങനെയാണ് ദൈവസഭ ആരംഭിച്ചത്? ഇനി ഞാൻ മാത്രം പ്രസംഗിക്കാൻ നിങ്ങളോട് ചോദിക്കാം, ദൈവസഭ എങ്ങനെയാണ് ആരംഭിച്ചത്? ദൈവസഭയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഇനാഗുറേഷൻ എന്നായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുത്, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, പരിശുദ്ധാത്മാവെന്ന കാര്യം വരും. അതുകൊണ്ട് നിങ്ങൾ ഈ പട്ടണം വിട്ടുപോകരുത്. പട്ടണം വിട്ടുപോയ എംഎംഎസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ കൂടെ കർത്താവ് അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് വിളിച്ച് തിരിച്ചു പറഞ്ഞു വിട്ടിട്ടുണ്ട് അല്ലേ? ഹല്ലേലൂയ. അപ്പൊ അത്ര പ്രാധാന്യമുള്ളതായിരുന്നു യെരൂശലേമിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ കർത്താവ് എംഎംഎസിലേക്ക് പോയ ശിഷ്യന്മാരെ കൂടെ ഇറങ്ങി ചെന്ന് വിളിച്ച് യൂട്ടേൺ അടുപ്പിച്ച് 120 ശിഷ്യന്മാരുടെ അകത്ത് കൊണ്ടുവന്നു. കാരണം കർത്താവിന് മനസ്സിലായി, കർത്താവ് പീഠത്തിലേക്ക് പോവുകയാണ്, മറ്റൊരുവൻ വരുവാൻ പോകുന്നു, കാര്യസ്ഥൻ വെളിപ്പെടാൻ പോകുന്നു, പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുകൂടെ ദൈവസഭ ആരംഭിക്കുകയാണ് അല്ലേ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടു, അന്യഭാഷ വെളിപ്പെട്ടു. ഹല്ലേലൂയ. വലിയ ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. വലിയ കൊടിയ കാറ്റടിച്ചു. ഹല്ലേലൂയ. അഗ്നിജ്വാല പോലെ നാവുകൾ പ്രത്യക്ഷമായി ദൈവസഭ ആരംഭിക്കുകയാണ്. പത്രോസ് തമ്മിൽ ശിഷ്യന്മാരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവവും പിതാവുമായവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ദാവീദിന്റെ കലമ നിങ്ങളുടെ മുമ്പിലുണ്ട്, അവനെ പോലെയല്ല, അവൻ ദ്രവത്വം പ്രാപിച്ചു. നിങ്ങളുടെ പിതാവായ ദാവീദ് ദ്രവത്വം പ്രാപിച്ചിട്ടും ഒരുത്തൻ ദ്രവത്വം പ്രാപിച്ചില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് കുത്തുകൊണ്ടവർ 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ദൈവസഭ ആരംഭിച്ചു. കർത്താവിന്റെ സ്വന്തം ജനം ആരംഭിച്ചു. വിളിച്ചു വേർതിരിച്ച കൂട്ടം ആരംഭിച്ചു. അവരെന്താ ചെയ്തത്? പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ ദൈവസഭ എന്താണ് ചെയ്തതെന്നും ദൈവസഭ എന്താണ് ചെയ്യേണ്ടതെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. 2:46 ഒരുമനപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ പരിപാടി ഐക്യത വേണം, ഒരുമനപ്പെടണം. പരിശുദ്ധാത്മാവ് വെളിപ്പെടണമെങ്കിൽ, അഗ്നിജ്വാല പിളർന്ന് നാവ് വെളിപ്പെടണമെങ്കിൽ, അന്യഭാഷ വെളിപ്പെടണമെങ്കിൽ, പ്രവചനം വെളിപ്പെടണമെങ്കിൽ, ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ ഒരുമനപ്പെടണം. 120 ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരുമനപ്പെടുന്ന അനുഭവം, അതാണ് ദൈവസഭയുടെ പ്രത്യേകത. 2 കൂടി വരികയും അപ്പം നുറുക്കുക, ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇന്ന് സജീവത്തിലൂടെ മീറ്റിംഗ് കഴിഞ്ഞു പറഞ്ഞു, ഹല്ലേലൂയ, ഭക്ഷണം കഴിക്കുന്നതും ഒരു ശുശ്രൂഷയാണ്. ഒരുമിച്ചുള്ള ആദിമ സഭ ചെയ്ത ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. നമുക്ക് ആരാധന കഴിയുമ്പോൾ ആ ഭക്ഷണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഭക്ഷണം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ പോവുകയില്ല. അതൊരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. ആദിമ സഭ ചെയ്ത ഒരു ശുശ്രൂഷയാണ്. ഉല്ലാസത്തോടെ ഹൃദയപരമാർത്ഥത കൂടെ ഭക്ഷണം കഴിച്ചു, ദൈവത്തെ സ്തുതിച്ചു, സകല ജനത്തിന്റെയും കൃപ അനുഭവിച്ചു. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കുക. മുമ്പിലുള്ള പദങ്ങളെല്ലാം ശിഷ്യന്മാർ ചെയ്ത കാര്യങ്ങളാണ്. ഒരുമനപ്പെട്ടു, അതായത് ഒരുമിച്ച് കൊടുക്കുക. 2 അപ്പം നുറുക്കുക, ഉല്ലാസത്തോടെ ഹൃദയപരമാർത്ഥതയോടെ ഭക്ഷണം കഴിക്കുക, ദൈവത്തെ സ്തുതിക്കുക, കൃപ അനുഭവിക്കുക. ഇതെല്ലാം അപ്പോസ്തലന്മാർ ചേർന്ന് ചെയ്ത കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ അപ്പോസ്തലന്മാർ ചെയ്യാത്ത ഒരു കാര്യം തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനിൽ വലിയവനായ പത്രോസോ യോഹന്നാനോ യാക്കോബോ മറ്റ് ശിഷ്യന്മാരോ അല്ല സഭയിൽ ചേർത്തുകൊണ്ടിരുന്നത്. ശുശ്രൂഷകൾക്ക് അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ സഭയിൽ ചേർത്തുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ സാർവത്രികമായ സഭയിൽ അവൻ ഇറങ്ങി വരുമ്പോൾ കണ്ണിടയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടുന്ന തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നത് കർത്താവാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തിന് സ്തുതിക്കാമോ? ശുശ്രൂഷകൾ അപ്പോസ്തലന്മാർക്കുള്ളതാണ്. എന്നാൽ ദൈവസഭയിൽ നിന്നെ ചേർത്തത് ദൈവമാണ്. രക്ഷിക്കപ്പെടുന്നവരെ ദൈവസഭയുടെ ഭാഗം
താഴ്മ തോന്നിയിട്ടില്ലേ? ഹല്ലേലൂയ. പുറംപറമ്പിൽ കിടന്നു നിന്നെ, ഹല്ലേലൂയ, പാപം ചെയ്ത നിന്നെ, പരാജയപ്പെട്ടു പോയ നിന്നെ, അശുദ്ധനായ നിന്നെ അവൻ രക്തം കൊടുത്തു വീണ്ടെടുത്ത് അവന്റെ സ്വന്തം ജനമാക്കി മാറ്റി. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനെ സാർവത്രിക സഭയുടെ ഭാഗം മാത്രമല്ല, ഈ പ്രാദേശിക സഭയിലും ഹല്ലേലൂയ കർത്താവ് ചേർക്കേണ്ട ആൾക്കാരെ വിശ്വസിച്ചാട്ട് ഹല്ലേലൂയ കുടുംബങ്ങളെ നമ്മളോട് കൂടെ ചേർക്കുക. ഹല്ലേലൂയ. ആറ് കുടുംബമായിട്ടല്ലേ തുടങ്ങിയത്? ആറ് കുടുംബങ്ങളെ കൂടെ കണ്ടില്ലേ? 2026 വീണ്ടും കുടുംബങ്ങളെ നൽകുക. രക്ഷിക്കപ്പെടുന്നവരെ, സ്നാനപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്ന ദൈവത്തിന്റെ കരം. Praise God, praise God, praise God. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 9:27. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരുണ്ട്. സത്യമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്യം പണ്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കർത്താവ് എന്താ അങ്ങനെ പറഞ്ഞത്? ദൈവരാജ്യം കാണുമ്പോഴും അതാണ് മരിച്ചു പോകാത്തവര് ചില നിങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ടെന്ന് കർത്താവ്. ഞാൻ ചിന്തിച്ചത് കർത്താവ് അങ്ങനെ പറഞ്ഞത്. ദൈവരാജ്യം വന്നിട്ടില്ലല്ലോ കർത്താവ്. ഹല്ലേലൂയ. ഇനി എന്നാണ് മടങ്ങി വരുന്നത്? എങ്ങനെയാണ് കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കുന്നത്? പിന്നെ കർത്താവ് പറയാണ് ഹല്ലേലൂയ, ദൈവരാജ്യം വരുവോളം അത് ആസ്വദിക്കുന്നവരല്ലേ, അത് കാണുന്നവർ അല്ലേ, മരണം ആസ്വദിക്കാതെ അവർ ചിലർ ഇതിനകത്ത് നിൽപ്പുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ കർത്താവ് പറയണമെങ്കിൽ ദൈവരാജ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. കർത്താവിനോടുകൂടെ ഇറങ്ങി വരുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ കർത്താവ് നമ്മെ ചേർക്കുന്നത് ആ ഒരു രാജ്യം, അത് മാത്രമാണോ ദൈവരാജ്യം? ദൈവരാജ്യത്തെ കുറിച്ച് മറ്റ് വേദഭാഗങ്ങൾ എന്ത് പറയുന്നുവെന്നൂടെ അതിനെക്കുറിച്ച് ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റത്തുള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യം എന്താണെന്ന് പറയുന്നുണ്ട്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. അപ്പൊ ദൈവരാജ്യം എന്താ? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. എവിടെ നീതി വെളിപ്പെടുന്നു, എവിടെ സമാധാനം വെളിപ്പെടുന്നു, എവിടെ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു, അവിടെ ദൈവരാജ്യം വെളിപ്പെട്ടു. അപ്പൊ കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ, മരണം ആസ്വദിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ചിലർ ഇതിനകത്ത് നിൽപ്പുണ്ട്. കാരണം ഹല്ലേലൂയ, അത് പറഞ്ഞതിന് ശേഷം 120 ശിഷ്യന്മാർ മാളിക മുറിയിൽ മരണം ആസ്വദിക്കാതെ, മരണത്തിലേക്ക് പെട്ടുപോകാതെ പത്രോസിന്റെ മാളിക മുറിയിൽ അവർ ഒരുമിച്ച് ആരാധിച്ചു. ദൈവരാജ്യം വെളിപ്പെട്ടു. എന്നാൽ ദൈവരാജ്യം നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങളൊരു രാജ്യത്തിലേക്ക് പ്രവേശിക്കും. ആ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? അന്യഭാഷയിൽ ദൈവത്തെ നിനക്ക് ആരാധിക്കാൻ കഴിയുന്നെങ്കിൽ നീ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. പരിശുദ്ധാത്മാവിൽ നിനക്ക് ആരാധിക്കാൻ കഴിയുന്നെങ്കിൽ, ആ സന്തോഷം നിനക്കുണ്ടെങ്കിൽ നീ ദൈവരാജ്യത്തിലാണ്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? കരമടിച്ച് ഒന്ന് പ്രാപിക്കുവാൻ കഴിയുമോ? യെസ് 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 യെസ്. Yes, yes, yes. അകത്തുനിന്ന് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തെ എടുത്തു കളയുന്ന പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി അടിയറവരട്ടെ. നിന്റെ നീതിയെ, നിന്റെ സമാധാനത്തെ ചോദ്യം ചെയ്യുന്ന ദുഷ്ടന്റെ മുഖങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒന്നിച്ച് പണിതു വരുന്നു. നാം ദൈവത്തിന്റെ നിവാസമാണ്. ഹല്ലേലൂയ. സഭാഗമന കൂടാരത്തിൽ മോശയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഒരു സ്നേഹിതനെ പോലെ മോശയോട് സംസാരിച്ച ദൈവം മറ്റാരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ദൈവം മുഖാമുഖമായി മോശയോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ നിർബന്ധം
യെരമ്യാവിന്റെ കാലത്ത് അല്ലെ ആഹാറിന്റെ കാലത്തൊക്കെ ജീവിച്ചിരുന്ന നല്ലതായിരുന്നു അല്ലേ? ഹല്ലേലൂയ. അല്ലെങ്കിൽ മോശയുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ എലീശയുടെ കാലത്ത് ജീവിച്ചിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഹല്ലേലൂയ ദൈവത്താലുള്ള പ്രവർത്തികളും കണ്ട കാലഘട്ടമാണ്. അന്നായിരുന്നു നല്ലതായിരുന്നു. ഇനി കർത്താവിന്റെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെയായിരുന്നല്ലേ? കർത്താവിനോട് ചേർന്ന് നടക്കുക, ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുക, കർത്താവിന്റെ അത്ഭുതങ്ങൾ കാണുക. ആ കാലഘട്ടത്തിൽ ജനിച്ചിരുന്നത് നല്ലതായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജനിച്ചത്, എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ കാലഘട്ടം ജനിച്ചത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. കാരണം അവിടെ എഴുതിയിരിക്കുകയാണ്, ഇപ്പോൾ വെളിപ്പെട്ടു വന്നത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരുന്നത്. ഹല്ലേലൂയ. ഏലിയാവ് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു, മോശ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു, എലീശ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു, ദാനിയേൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു, ഹബക്കൂക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്താൽ അവരെല്ലാം പ്രയോജനപ്പെട്ടിരുന്നെങ്കിലും അവർക്കൊരു കാര്യം മറഞ്ഞിരുന്നു. അത് നമുക്ക് വെളിപ്പെട്ടു. സന്തോഷമില്ല? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അഭിഷക്തന്മാർക്ക് മറഞ്ഞിരുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെട്ടു. എന്താണ് വെളിപ്പെട്ടു? നമ്മൾ വായിച്ച് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. പഠനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെരമ്യാവിന്, യെശയ്യാവിന്, ഹോശയ്യായ്ക്ക് വെളിപ്പെട്ട ചില ഭാഗങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരാൽ എഴുതപ്പെട്ടത് ഈ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്താണ് ഈ മർമ്മത്തിന്റെ വെളിപ്പാട്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം കൊലോസ്യർക്കിലേക്ക് വരുമ്പോൾ ആ മർമ്മത്തെ കുറിച്ച് അവിടെ വിശദമായി ഒന്നുകൂടെ പറയുന്നുണ്ട്. അതുകൂടെ വായിച്ചത് ആരാധിക്കാൻ പോകും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വേണ്ടി കണ്ട, അപ്പൊ ഇതൊരു ഉദ്യോഗമാണ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. വചന ശുശ്രൂഷ ആർക്കെങ്കിലും വചനം സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊരു ദൈവത്തിന്റെ ജോലിയാ ചെയ്യുന്നത്. ദൈവത്തിന്റെ ഔദ്യോഗിക പദവിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. 5 മിനിറ്റേ ദൈവം സംസാരിക്കാൻ നിങ്ങൾക്ക് ലഭിച്ചുണ്ടെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ ഔദ്യോഗിക പദവിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ഉദ്യോഗ പ്രകാരമാണ് എനിക്ക് ദൈവവചന പോഷണം ലഭിച്ചത്. അത് നിവർത്തിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ശുശ്രൂഷകനായിരിക്കുന്നു. എന്താണ് ഈ ദൈവവചന പോഷണത്തിന്റെ മർമ്മം? എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന്റെ ഈ മർമ്മം? എന്താണ് ഈ പഴയ അഭിഷക്തന്മാർക്ക് വെളിപ്പെടാതിരുന്ന പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരുന്ന ഈ മർമ്മം? താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നു, വീണ്ടും അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ സാധാരണക്കാരല്ല. ഹല്ലേലൂയ. പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന മർമ്മം ഇപ്പോൾ വിശുദ്ധന്മാരായ നമുക്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ജാതികളുടെ ഇടയിൽ യഹൂദൻ, നമ്മളത് ചിന്തിച്ചതാണല്ലേ? സമയത്ത് ചിന്തിച്ചാണ്. യഹൂദന്മാർക്ക് വേണ്ടി വന്ന കർത്താവാണ്. ഹല്ലേലൂയ. ശുറേഹാനിക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ നിനക്ക് വേണ്ടി വന്നതൊന്നുമല്ല, നീ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഒപ്പിക്കോ, ഓപ്ഷൻ നോക്കിക്കോ. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി വന്നതല്ല, ഞാൻ യഹൂദന്മാർക്ക് വേണ്ടി വന്നതാ. ഹല്ലേലൂയ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഞാൻ കൊടുക്കത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കർത്താവിനെ കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞു, വീഴുന്നത് വച്ചിക്കുവാൻ ഞാൻ തയ്യാറാണ്, ഉപേക്ഷിക്കുന്നത് വച്ചിക്കാൻ ഞാൻ തയ്യാറാണ്. ജാതികളായ നമുക്ക് ഹല്ലേലൂയ കർത്താവിനെ ലഭിച്ചത് ഒരു മർമ്മമാണ്, ഒരു മഹിമാധനമാണ്. എന്താണ് ഈ പൂർവ്വകാലത്തിന് മറഞ്ഞിരുന്ന മർമ്മം? എന്താണ് ഹല്ലേലൂയ പഴയ നിയമ കാലഘട്ടത്തിൽ മറഞ്ഞിരുന്ന ഈ മർമ്മം ഇപ്പോൾ വിശുദ്ധന്മാരായ കർമ്മേലിൽ ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് വെളിപ്പെട്ട മർമ്മമെന്ന് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴാ വരുന്നതാണ് ഞാൻ പറയാം. അടുത്ത പദം പറയുന്നത് നിങ്ങൾക്ക് വരും. ഹല്ലേലൂയ. പിതാവിന്റെ സമത്വത്തിലിരുന്നവൻ, ഹല്ലേലൂയ, നിത്യ തേജസ്സിൽ വസിച്ചവൻ, ഹല്ലേലൂയ, മറിയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു ശിശുവായി വെളിപ്പെട്ട് നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. അവൻ
സമയം കരുതത്തില്ലേ? സമയം പോയെന്ന് എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നാം ദൈവത്തെ ആരാധിക്കുവാൻ പോകുകയാണ്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ആരാധിച്ച് ഇപ്പോൾ നമ്മൾ വിടുവാനിടയായി തീരും. ഹല്ലേലൂയ. ഈ കർത്താവ് വേഗത്തിൽ വരുവാൻ പോകുകയാണ്. നമ്മുടെ കൂടെ പറഞ്ഞു മാറുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കൂടാരമായ ഈ ഭവനം അടിഞ്ഞു വീണാൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇതൊരു ദിവസം അറ്റാക്ക് വന്ന് ചിലപ്പോൾ തീരും. ഒരു ദിവസം കാർ ഇടിച്ച് തീരും. ഹല്ലേലൂയ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പറയാതിരിക്കട്ടെ, എങ്ങനെയെങ്കിലും ഇത് തീരും. ഹല്ലേലൂയ. കാരണം ഇത് കൂടാരമായ ഭൗമഭവനമാണ്. ഇത് അടിഞ്ഞു വീഴും. എന്നാൽ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. ഈ കൂടിയെ പൊളിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ ചെല്ലുമെന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്ന് ചുറ്റും വിടക്കന്നെ തള്ളിടുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ ചേർക്കുന്ന ഒരു ദൈവം. ഉറ്റവർ സ്നേഹിതർ